ഇൻക്യുബേറ്ററിൽ വെച്ച കോഴിമുട്ട നമുക്ക് ഇന്ന് മാറ്റി കൊടുക്കണം. അതായത് ഡേ 18 ഇന്ന്. അപ്പോൾ ഡേ 18 നമുക്ക് മുട്ടയൊക്കെ മാറ്റിയിട്ട് ആ ഒരു ട്രേന്ന് മാറ്റിയിട്ട് അതിനെ നേരെ അടിയിലൊരു പേപ്പറൊക്കെ വിരിച്ച് ഒരു നെറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് മാറ്റി കൊടുക്കണം. അതിൻ്റെ മുന്നേ ഞാനൊരു ആറാമത്തെ ദിവസം 6-7 ആ ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ച കോഴിമുട്ട വിരിയോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ഞാൻ ചെറിയൊരു ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഈ കാണുന്ന രീതിയിലാണ് ചെയ്യാറ്. മൊബൈൽ ഫോണിൽ ടോർച്ച് ഓൺ ആക്കിയതിന് ശേഷം ഇതുപോലെ കോഴിമുട്ട, അതായത് ഇരുട്ടുള്ള റൂമിലെ ഇൻക്യുബേറ്റർ വെച്ച റൂമിലെ ലൈറ്റെല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ഓരോ കോഴിമുട്ടയായിട്ട് ഇതുപോലെ ഫോണിൻ്റെ ആ ഒരു ടോർച്ചിൻ്റെ മുകളിൽ വെച്ച് നോക്കും. ഈ ഒരു കോഴിമുട്ട കാണുമ്പം തന്നെ അറിയാം ഇതിൽ ഞരമ്പോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു കോഴിമുട്ടയിൽ കുഞ്ഞുങ്ങളില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കോഴിമുട്ടകളെല്ലാം ഞാൻ എടുത്തു മാറ്റും. ഇങ്ങനെ ടെസ്റ്റ് ചെയ്താലുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ചാൽ ഈ ഒരു കോഴിമുട്ട നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരു ഗുണവും കൂടി ഉണ്ട്. പിന്നെ അടുത്തൊരു കോഴിമുട്ട എടുത്തതാ, ഇതിൽ കുഞ്ഞുങ്ങളുണ്ട്, കണ്ടില്ലേ? സൂക്ഷിച്ച് നോക്കിയാൽ ചെറിയ ഞരമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അടുത്ത കോഴിമുട്ട ഞാൻ എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലും അങ്ങനെ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ ഒരു കോഴിമുട്ടയും കൂടി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ മുഴുവനായിട്ട് കാണിക്കുന്നില്ല, കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ. ക്യാൻഡിൽ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത കോഴിമുട്ട ആരും കളയരുത്. അത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കുക. എന്നിട്ട് സാധാരണ നമ്മളിപ്പോൾ പൊരിക്കാനൊക്കെ കോഴിമുട്ട എടുക്കുമ്പോൾ പൊട്ടിച്ച് നോക്കില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെയാണ് ഇതിനെങ്കിലും നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ചില കോഴിമുട്ടകൾ ഉള്ളിൽ മഞ്ഞയും വെള്ളയും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നായിട്ട് ഒരു പിരിഞ്ഞ ആ ഒരു രൂപത്തിലാണ് കിട്ടുക. അങ്ങനത്തെ മുട്ടകളൊന്നും യൂസ് ചെയ്യരുത്. അങ്ങനത്തെ മുട്ടയൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്താൽ കോഴിമുട്ടയിൽ കുഞ്ഞുങ്ങളുണ്ടോയെന്ന് മാത്രമല്ല, കോഴിമുട്ടയ്ക്ക് പൊട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേ. അതുമാത്രമല്ല, നമ്മളെ വീട്ടിലെ കോഴിമുട്ട അല്ലാതെ വേറെ പുറമേ നിന്നൊക്കെ കോഴിമുട്ട വാങ്ങി വിരിയിപ്പിക്കുന്ന സമയത്ത് ഇത് നമുക്ക് ഒരുപാട് പ്രയോജനപ്പെടും. ചില ആളുകൾ നമ്മളെ വല്ലാതെ പറ്റിച്ചാളും. അവർ കോഴിമുട്ട വിരിയിപ്പിക്കാൻ തന്നാലും ചിലപ്പം എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള കോഴിമുട്ടകൾ അതിൽ കാണാൻ സാധ്യത കൂടുതലാണ്. പുറമേ നിന്ന് കോഴിമുട്ടയൊക്കെ വാങ്ങി വിരിയിപ്പിക്കുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ നിർബന്ധമായിട്ടും ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്യുക. ഞാൻ മുന്നൊന്നും ഞാൻ ചെയ്യാറില്ലായിരുന്നു. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയൊരു സംഭവം ഉണ്ട് എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു വീഡിയോ കണ്ടതോ ആരോ പറഞ്ഞതോ അങ്ങനെ എന്തോ ആണ്, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്. ചെയ്താൽ ഒരുപാട് ഗുണമുണ്ട്. നമുക്ക് ഒരുപാട് കോഴിമുട്ടകൾ സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കോഴിമുട്ട നഷ്ടപ്പെട്ടു പോയില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അനുഭവം ഉണ്ട്. ഞാൻ പുറത്തുനിന്ന് കോഴിമുട്ട വാങ്ങിയിട്ട് എന്നെ പറ്റിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവർ പൊരുത്തിൽ വെച്ചിട്ട് വിരിയാത്ത കോഴിമുട്ട നമ്മൾ കോഴിമുട്ട വാങ്ങില്ല, ആ ഒരു കൂട്ടത്തിലേക്ക് അതും കൂടി മിക്സ് ചെയ്തിട്ട് അവരെനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ അന്ന് അതറിയില്ലായിരുന്നു. എവിടെയാണ് പ്രശ്നം വരിക എന്നറിയോ? ഇതുപോലെ ഇൻക്യുബേറ്ററിൽ കോഴിമുട്ട വെക്കും. ഒരു 4 ദിവസം കഴിയുമ്പം ഭയങ്കര സ്മെല്ല് വരുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എവിടെ നിന്നാണ് എന്നുള്ളത്. അവിടുന്ന് 2 ദിവസം കൂടി കഴിയുമ്പോഴത്തേക്ക് ഈ കേട് വന്ന കോഴിമുട്ട ഈ ഇൻക്യുബേറ്ററിൽ നിന്ന് പൊട്ടിയിട്ട് മൊത്തത്തിൽ സ്പ്രെഡാവും. എൻ്റെ ദൈവമേ, പിന്നെ നമുക്ക് ആ പരിസരത്ത് നിൽക്കാനാവില്ല, അത്രയും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ 2-3 പ്രാവശ്യം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നില്ല കേട്ടോ. അങ്ങനെ വന്നാൽ ഈ ഒരു ബൾബിൻ്റെ ചൂട് തട്ടിയിട്ടുണ്ടല്ലോ, അതവിടെ പറ്റിപ്പിടിക്കും. പിന്നെ നമ്മൾ കോഴിമുട്ട മുഴുവനും എടുത്ത് മാറ്റി സ്റ്റാൻഡ് മാറ്റി നനഞ്ഞ തുണിയൊക്കെ ഇട്ട് തുടച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് വേണം പിന്നെ വീണ്ടും കോഴിമുട്ട സെറ്റ് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾ ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. പക്ഷെ നമ്മുടെ വീട്ടിലുള്ള കോഴിമുട്ടയാണെങ്കിൽ നമുക്കറിയാലോ, അതിൻ്റെ പഴക്കവും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പിന്നെ അതുപോലെ കോഴിമുട്ടയ്ക്ക് പൊട്ടുണ്ടെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഇന്ന് ഡേ 18 ഞാനിതാ കോഴിമുട്ടയൊക്കെ മാറ്റുന്നുണ്ട്. നമ്മുടെ മുട്ട ട്രേ കാണുന്നില്ല. അപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു കൊട്ടയിലേക്ക് വെക്കുകയാണ്. അപ്പോൾ നന്ദുവാണ് കേട്ടോ കോഴിമുട്ട കുറച്ചേശ്ശെ എടുത്ത് വയ്ക്കുന്നത്, അവനെ എടുത്ത് വയ്ക്കണം എന്ന് പറഞ്ഞിട്ട്. ഇതിലിപ്പോൾ ക്യാൻഡിൽ ടെസ്റ്റ് നടത്തിയിട്ട് കുറച്ച് കോഴിമുട്ടയൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ജൂൺ മാസത്തിൽ കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ചിട്ടില്ല കേട്ടോ. ഇത് ഫസ്റ്റ് ടൈമാണ്, എൻ്റെ ഒരു പരീക്ഷണം കൂടിയാണ്. അതുമാത്രമല്ല, ഞാൻ സാധാരണ നാടൻ കോഴികൾ അതുതന്നെയാണ് സ്ഥിരമായിട്ട് ചെയ്യാറ്. പക്ഷേ ഈ പ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചു. സൊണാലി കോഴിക്കുഞ്ഞുങ്ങളെയാണ് ഈ പ്രാവശ്യം വിരിയിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചത്. കുറേ ആളുകൾ പറയുന്നുണ്ട് അത് വിരിഞ്ഞ് കിട്ടിയാലും നമുക്കങ്ങനെ കിട്ടില്ല, അതുങ്ങൾ പെട്ടെന്ന് ചത്തുപോകുമെന്ന് പറയുന്നുണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും രണ്ടും കൽപ്പിച്ച് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് നാടൻ കോഴികളല്ല, സൊണാലിയാണ് കേട്ടോ. ഒരു 19 മുട്ടയോളം ഞാൻ വെച്ചിട്ടുണ്ട്. അതിൽ എത്ര മുട്ടയോളം നമുക്ക് കിട്ടുമെന്ന് അറിയില്ല. ഏകദേശം ഒരു 5-6 കോഴിമുട്ടയോളം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്തിട്ട്. പക്ഷേ ചിലതൊക്കെ ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. കോഴിമുട്ട ഒന്നും മനസ്സിലാവില്ല, ഉള്ളിൽ കുഞ്ഞുങ്ങളുണ്ടോ ഇല്ലയോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഡൗട്ടുള്ള കോഴിമുട്ടകളൊക്കെ ഞാൻ
ഇത് ഇൻക്യുബേറ്ററിൽ തന്നെ വെച്ചിട്ടുണ്ട്, എടുത്തൊഴിവാക്കിയിട്ടില്ല. കോഴിമുട്ടയെല്ലാം എടുത്തൊഴിവാക്കിയതിന് ശേഷം ഇനി ഈ ഒരു ട്രേ കൂടി നമുക്ക് ഇതിൽ നിന്ന് എടുത്തൊഴിവാക്കണം. 18 ദിവസമേ നമുക്ക് ഈ ഒരു ട്രേൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ട്രേയുടെ ആവശ്യമില്ല. ഇത് നേരെ ഞാനിതാ ഈ ഒരു സ്റ്റാൻഡിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്യാം. അതിനുശേഷം ഞാനൊരു പേപ്പർ വിരിച്ച് കൊടുക്കുന്നുണ്ട്. പേപ്പർ വിരിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ കോഴിക്കാഷ്ടം മുഴുവൻ ഇൻക്യുബേറ്ററിലാവുക. പിന്നെ അത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ബൾബിൻ്റെ ചൂട് തട്ടിയാൽ അത് ഒന്നും കൂടി അവിടെ ഉണങ്ങി പറ്റി പിടിച്ച് കിടക്കും. പിന്നെ അത് നനഞ്ഞ തുണിയൊക്കെ ഇട്ടിട്ട് ഒരതി ഒഴിവാക്കണം. അത് കുറച്ച് റിസ്ക് ഉള്ള പണിയാണ്. അതുകൊണ്ട് എല്ലാ പ്രാവശ്യവും ഞാൻ പേപ്പർ ഇതുപോലെ വിരിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ, നിങ്ങളെ ഇൻക്യുബേറ്ററും ഇങ്ങനെയാണോ, നിങ്ങളും ഇതുപോലെയാണോ ചെയ്യുക എന്നുള്ളത് ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞു, കോഴീനെയൊക്കെ വളർത്താൻ ആഗ്രഹമുള്ള ആളുകൾ നിങ്ങൾക്ക് പിന്നെ ഇപ്പോൾ കോഴീനെ വളർത്തണം എന്ന് തന്നെയല്ല, ഇതുപോലെ കുഞ്ഞുങ്ങളൊക്കെ വിരിയിച്ചിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ്. ചെറിയൊരു ഇൻക്യുബേറ്ററൊക്കെ വാങ്ങുക. ഓൺലൈനിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പൈസയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ വാങ്ങുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ച് വാങ്ങുക. റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം വാങ്ങുക കേട്ടോ. പിന്നെ ഞാനിതാ ഇൻക്യുബേറ്റർ വാങ്ങുന്ന സമയത്ത് തന്നെ ഇതുപോലെ ഒരു നെറ്റിൻ്റെ പീസും കൂടി അവർ തന്നിട്ടുണ്ടായിരുന്നു. ഇനി ആ ഒരു പേപ്പറിൻ്റെ മുകളിൽ ഈ ഒരു നെറ്റ് പീസും കൂടി വിരിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലാണ് ആ ഒരു കോഴിമുട്ട വെച്ച് കൊടുക്കേണ്ടത്. ഇതും ഞാൻ കാര്യം കഴിഞ്ഞാൽ ഈ കോഴീൻ്റെ പരിപാടി വിരിയലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുത്ത് വെക്കാറുണ്ട്. എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യണം കേട്ടോ, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതുപോലെ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞാൽ ഉള്ളിലൊക്കെ ഐറ്റിങ്ങളെ രോമമുണ്ടല്ലോ, ആ ഒരു തൂവലിൻ്റെ അതൊക്കെ നന്നായിട്ട് സ്പ്രെഡായിട്ട് മൊത്തത്തിലാവും. അപ്പോൾ നന്നായിട്ട് എപ്പോഴും ക്ലീൻ ചെയ്തിട്ട് ഞാൻ എപ്പോഴും ചെയ്യുക, ഈ ഒരു ഇൻക്യുബേറ്റർ തുറന്നിടും, കുറേ സമയം തുറന്നിടും, നന്നായിട്ട് ക്ലീൻ ചെയ്ത് തുറന്നിട്ടിട്ട് ഉണങ്ങിയതിന് ശേഷമാണ് അത് എടുത്ത് വയ്ക്കാറ്. അപ്പം നിങ്ങളും അങ്ങനെ ചെയ്യുക. നമ്മൾ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അതുപോലെയാണ് കേട്ടോ ഇൻക്യുബേറ്ററിൻ്റെ ആയുസ് എന്ന് പറയുന്നത്. അപ്പം നെറ്റൊക്കെ വിരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കോഴിമുട്ട അതിലേക്ക് വെച്ച് കൊടുക്കണം. ഈ ഒരു സമയത്തും ഞാൻ ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം വെറുതെ നമ്മൾ ആ ഒരു കോഴിമുട്ട വെറുതെ അതിൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഒരു സമയത്തും ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഇത്രയും ദിവസമായിട്ടും ഒന്നും വരാത്ത ചില കോഴിമുട്ടകളൊക്കെ നമുക്കൊരു സംശയം ഉണ്ടാവും, അതിൽ കുഞ്ഞുങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. സംശയമുള്ള മുട്ട ഒരു കാരണവശാലും നമ്മൾ എടുത്തൊഴിവാക്കരുത്. അത് അങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് ഈ ഒരു സമയത്ത് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് പറ്റില്ലെങ്കിൽ എടുത്ത് കളയാട്ടോ. അങ്ങനെയും ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത്, നമ്മുടെ വീട്ടിൽ കോഴിമുട്ട ഉണ്ടെങ്കിൽ ആ ഒരു കോഴിമുട്ട ഉപയോഗിച്ചിട്ട് ഇൻക്യുബേറ്ററിലോ തള്ളക്കോഴിക്കോ വെച്ച് കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ചേർക്കുക. അതാണ് ലാഭം. നമ്മൾ പുറമേന്ന് പൈസ കൊടുത്ത് കോഴിമുട്ട വാങ്ങി ഇൻക്യുബേറ്ററിലൊക്കെ വെച്ച് വിരിയിപ്പിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ലാഭമുണ്ട്. പക്ഷേ കുറച്ചും കൂടി നല്ലത് നമ്മുടെ വീട്ടിലത്തെ കോഴിമുട്ട ഉപയോഗിച്ച് കുഞ്ഞുങ്ങളെ ഇറക്കുന്നതാണ്. പിന്നെ ചില സമയം അങ്ങനെ ഉണ്ടാവില്ല, നമുക്ക് നമ്മുടെ കയ്യിലുള്ള അത് പോരാ, കുറച്ചും കൂടി ഭംഗിയുള്ളത് അല്ലെങ്കിൽ വേറെ വെറൈറ്റി കോഴികളൊക്കെ വേണമെന്ന് ആഗ്രഹം തോന്നുമ്പോഴാണ് നമ്മൾ വേറെ കോഴിമുട്ടകൾ അന്വേഷിച്ചിട്ട് പുറമേക്ക് പോകുന്നത്. നല്ലതെന്താണെന്നറിയോ, നമ്മുടെ വീട്ടിലുള്ള കോഴിമുട്ട തന്നെ ഇൻക്യുബേറ്ററിലും തള്ളക്കോഴിക്കും വെച്ച് കുഞ്ഞുങ്ങളെ ഇറക്കുക. അതാണ് ലാഭം. പുറമേന്ന് പൈസ കൊടുത്ത് കോഴിമുട്ടയൊക്കെ വാങ്ങി ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിപ്പിക്കുമ്പം നമുക്ക് ഒരുപാട് കോഴിമുട്ടകൾ നഷ്ടപ്പെടും, ഒരുപാട് ആളുകൾ പറ്റിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ പുറമേന്ന് പൈസ കൊടുത്ത് വാങ്ങുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക, ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്യുക. അവരോട് ചോദിക്കുക എത്ര ദിവസം പഴക്കമുണ്ടെന്ന് ചോദിക്കുക. ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയാം, നമ്മൾ കോഴിമുട്ടയൊക്കെ ചോദിക്കുന്ന സമയത്ത് 1 മാസം മുന്നുള്ളതും 2 ആഴ്ച മുന്നുള്ളതും പുറത്ത് വെച്ചതും അകത്ത് വെച്ചതും എല്ലാം കൂടി കൂട്ടിക്കലർത്തി മൊത്തത്തിലൊരു കവറിലിട്ടിങ്ങ് തരും. അങ്ങനെയല്ല, നിങ്ങളെപ്പോഴും കോഴിമുട്ട ചോദിക്കുന്ന സമയത്ത് അവരോട് ഫ്രഷ് കോഴിമുട്ട തരാൻ പറയണം. എന്നിട്ട് വേണം നിങ്ങളതെല്ലാ കാര്യങ്ങളും ചോദിച്ച് വീട്ടിലൊക്കെ കൊണ്ടുവന്ന് ക്യാൻഡിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പൊരുത്തിൽ വെക്കുക. കാരണം ഇൻക്യുബേറ്ററിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കറണ്ടൊക്കെ കത്തിച്ചിട്ട് വെക്കുന്നതാണല്ലോ, നമുക്ക് നല്ല മെനക്കെടുണ്ട്. ഇൻക്യുബേറ്ററിലാണെങ്കിലും കൂടി നമ്മളെപ്പോഴും നമ്മുടെ ഒരു ശ്രദ്ധ അതിൻ്റെ മുകളിൽ വേണം. ലൈറ്റ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ, ബൾബ് ഫീസായി പോകുന്നുണ്ടോ, വെള്ളം വറ്റുന്നുണ്ടോ, വെള്ളം ഒഴിച്ചു കൊടുക്കണം, അത് വർക്ക് ചെയ്യുന്നുണ്ടോ, കുഴപ്പമൊന്നുമില്ലല്ലോ ഒക്കെ നമ്മൾ നോക്കണ്ടേ. അതുപോലെ ആ ഒരു ഡേറ്റിന് നമ്മൾ കോഴിമുട്ട മാറ്റി കൊടുക്കണം, കോഴിമുട്ട മാറ്റി റീസെറ്റ് ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പം എല്ലാത്തിനും പണിയുണ്ട്. ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ ആണെങ്കിലും നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ തന്നെ ചെയ്യണം. എല്ലാം കഴിഞ്ഞിട്ട് 21ാമത്തെ ദിവസം കുഞ്ഞുങ്ങൾ ഇറങ്ങി വരുമ്പോഴുള്ള ആ ഒരു സമാധാനം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ഒരു നിമിഷത്തെ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് അത് അനുഭവിച്ച് തന്നെ അറിയണം. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനിങ്ങനെ കോഴീനെ വളർത്തും. അതുപോലെ എനിക്ക് വിനാട്ടൻ ഇതുപോലെ ഒരു ഇൻക്യുബേറ്റർ വാങ്ങിത്തരും. ഞാനിതുപോലെ എത്രയോ ഞാൻ ഇൻക്യുബേറ്ററിൽ വിരിയിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഞാൻ ഇൻക്യുബേറ്ററിലൊക്കെ വിരിയിപ്പിച്ചിട്ട് ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഒരു സ്റ്റാർട്ട് ചെയ്യും, അതിലിങ്ങനെ വീഡിയോസൊക്കെ ഇടും എന്നുള്ളതൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ വിചാരിക്കാവുന്ന കാര്യങ്ങളൊന്നല്ല എൻ്റെ ലൈഫിൽ നടക്കുന്നത്.
ഇതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് വീഡിയോയിൽ കമൻറ്റ് വന്നു കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞോ എന്നുള്ളത്. അവർ വിരിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാലോ സ്കൂളൊക്കെ തുറന്നു, അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ നേരം വൈകുന്നത്. എന്തായാലും നമ്മളിത് ആ കോഴിമുട്ടയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, ബായ്.